Hi friends, welcome back to our YouTube channel SR Creations. Today we discuss about the lesson 15 poem writing in English. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൽ പോയം എഴുതുന്നതിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇംഗ്ലീഷ് പോയത്തിനെ നമുക്ക് എങ്ങനെയാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നതാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനലിലൂടെ 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സിലെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മുതൽ അതായത് മെയ് മാസം മുതൽ 10ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിൻ്റെ വീഡിയോസും ഞങ്ങളുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ലെസൺ എന്താണെന്ന് നോക്കാം. ലെസൺ 15 പോയം റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ കൂട്ടുകാരെ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സസൈസൊക്കെ ചെയ്തിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് പാട്ടിനാണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ദ ലിറ്റിൽ ക്യാറ്റ് അല്ലേ? ഒരു കൊച്ചു പൂച്ചക്കുഞ്ഞിന് ഒരു അബദ്ധം പറ്റിയല്ലേ? എന്താ അബദ്ധമാണ്? കാച്ചി വെച്ച ചൂട് പാല് ഒന്ന് പോയി കുടിച്ചു അല്ലേ? അപ്പോൾ അതിൻ്റെ നാവ് എന്ത് ചെയ്തു കൂട്ടുകാരെ? പൊള്ളിപ്പോയി അല്ലേ? ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായ ഒരു കവിതയാണ് കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ ഈ ഒരു പോയം കേട്ടു നോക്കണം. കേട്ടിട്ട് ആ പോയം എഴുതിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കതിൻ്റെ മീനിങ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ കൂട്ടുകാർ കവിതയൊന്ന് കേട്ടു നോക്കൂ. കൂട്ടുകാരെ, SR ക്രിയേഷന്റെ ചിൽഡ്രൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇത്തവണ നമുക്കൊരു ഇംഗ്ലീഷ് പാട്ടായാലോ? മഴയെക്കുറിച്ചാണ്. കൂട്ടുകാർക്ക് മഴ ഇഷ്ടമാണോ? നമ്മുടെ ജോണി കളിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ മഴയാണ്. മഴയെ മാറ്റി നിർത്താൻ അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കണ്ടോ? നമുക്ക് നോക്കാമോ? വരൂ കൂട്ടുകാരെ, നമുക്ക് ജോണിയുടെ അടുത്തേക്ക് പോകാം. Rain, rain, go away, come again another day. Little Johnny wants to play. Rain, rain, go away. Rain, rain, go away, come again another day. Little brother wants to play. Rain, rain, go away. Rain, rain, go away, come again another day. Little sister wants to play. Rain, rain, go away. Rain, rain, go away, come again another day. Little baby wants to play. Rain, rain, go away. Rain, rain, go away, come again another day. All the family wants to play. Rain, rain, go away. Rain, rain, go away, come again another day. Little Johnny wants to play. Rain, rain, go away. നമ്മുടെ ജോണി ഒരു കുസൃതിക്കാരനാണല്ലേ? കൂട്ടുകാർക്ക് പാട്ട് ഇഷ്ടമായോ?
കൂടെ പാടിയില്ലേ? അപ്പം കൂട്ടുകാരെ കവിത കേട്ടോ? കവിതയിൽ എന്താ പറയുന്നതെന്ന് മനസ്സിലായോ? എന്തോ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായല്ലേ? ഇവിടെ നമ്മുടെ ജോണിക്ക് കളിക്കണം, പക്ഷെ എന്താ ഫുള്ള് മഴയാണല്ലേ? എപ്പോഴും മഴയാണ്. അവ എപ്പോൾ കളിക്കാൻ ഇറങ്ങുന്നോ അപ്പോൾ എല്ലാം മഴയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു കവിതയാണ് നമ്മൾ കേട്ടതല്ലേ? ഒരു പോയമാണ് കേട്ടത്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ കൂട്ടുകാരൊക്കെ അതിൻ്റെ വരികൾ എഴുതിയെടുത്തു അല്ലേ? എല്ലാ വരികളും കിട്ടിയോ എന്ന് നോക്കാം. ദേ നമ്മുടെ കവിത ഇവിടെ വന്നു. റെയിൻ റെയിൻ ഗോ എവേ കമ്മിങ് അഗെയിൻ അനദർ ഡേ, റെയിൻ റെയിൻ ഗോ എവേ ലിറ്റിൽ ജോണി വാണ്ട്സ് ടു പ്ലേ. മഴയെക്കുറിച്ചുള്ള ഒരു മനോഹരമായ 4 വരി കവിത. നമ്മൾ കവിത കേട്ടപ്പോൾ അല്ലെ പോയം കേട്ടപ്പോൾ ഒത്തിരി കേട്ടു അല്ലേ? ഇപ്പം നമ്മൾ 4 വരി മാത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാവുന്നുള്ള വാക്കുകൾ അടിയിൽ അണ്ടർലൈൻ ചെയ്തതിന് ശേഷം മുകളിൽ അർത്ഥം എഴുതണം അല്ലേ? അപ്പോൾ അണ്ടർലൈൻ ചെയ്തോളൂ. റെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാം, ഗോ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാം, എവേ അറിയാം, കം അറിയാം, എഗെയിൻ അറിയാം, അനദർ അറിയാം, ഡേ അറിയാം, ലിറ്റിൽ അറിയാം, വാണ്ട്സ് അറിയാം, ടു പ്ലേ അറിയാം അല്ലേ? എല്ലാത്തിൻ്റെ മീനിങ്ങും നമുക്കറിയാം. നോക്കിയ കൂട്ടുകാരെ, റെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം മഴ, ഗോ എന്ന വാക്കിൻ്റെ അർത്ഥം പോകുക അല്ലെങ്കിൽ പോകൂ, എവേ എന്ന് പറഞ്ഞാൽ ദൂരേക്ക്, കം വരൂ, അഗെയിൻ വീണ്ടും, അനദർ മറ്റൊരു, ഡേ ദിവസം, ലിറ്റിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലിറ്റിൽ എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞേ, ചെറിയത്. യെസ്. വാണ്ട്സ് മീൻസ് ആഗ്രഹിക്കുന്നു, ടു പ്ലേ കളിക്കാൻ, പ്ലേ എന്നാൽ അർത്ഥം കളി, ടു പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കാൻ, ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കാൻ, ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കാൻ, ടു വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കാൻ, ടു റൺ എന്ന് പറഞ്ഞാൽ ഓടാൻ. മനസ്സിലായോ? അപ്പം നോക്കിയേ കൂട്ടുകാരെ, നമ്മളെല്ലാത്തിൻ്റെയും മലയാളം മീനിങ് എഴുതി അല്ലേ? ഇനി ഈ കവിത നമുക്ക് മലയാളത്തിലേക്ക് എഴുതിയാലോ? വളരെ എളുപ്പമല്ലേ? അതെല്ലേ? നമുക്ക് എഴുതാം. മഴ മാറി മറ്റൊരു ദിവസം വീണ്ടും വരൂ, മഴ മാറി ലിറ്റിൽ ജോണിക്ക് കളിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ മഴയെക്കുറിച്ചുള്ളൊരു മനോഹരമായ കവിത നമ്മൾ പഠിച്ചു അല്ലേ? ആ കവിത നമുക്ക് ഇംഗ്ലീഷിലോട്ട് എഴുതാനൊക്കെ നമ്മൾ പഠിച്ചു. ഇംഗ്ലീഷിൽ എഴുതിയതിന് ശേഷം നമ്മൾ അർത്ഥങ്ങളും മനസ്സിലാക്കി, എന്നിട്ട് അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ നമ്മുടെ എക്സസൈസ് നോക്കിയ കൂട്ടുകാരെ, ട്രൈ ടു റൈറ്റ് എ പോയം. കൂട്ടുകാരൊരു പോയം എഴുതാൻ ശ്രമിക്കുക. എന്തിലാ? ഇംഗ്ലീഷിൽ എഴുതണം കേട്ടോ. എന്നിട്ടോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് മീനിങ്. അതിൻ്റെ വേർഡ്സിൻ്റെ അർത്ഥങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അതിൻ്റെ അർത്ഥം എന്ത് ചെയ്യണം? എഴുതി വെക്കണം. എഴുതി വെച്ചിട്ടോ മലയാളത്തിൽ ആ പോയത്തിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ? അപ്പോൾ കൂട്ടുകാരെല്ലാവരും ചെയ്യുമല്ലോ അല്ലേ? ചെയ്യും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 15ാമത്തെ ലെസണാണ് പഠിച്ചത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ ഒരു ക്ലാസ്സാണ് നമ്മളിന്ന് നടത്തിയത് അല്ലേ? ഒരു പോയം എഴുതാനാണ് പഠിച്ചത്. ശരിയല്ലേ കൂട്ടുകാരെ? അതെ. അപ്പോൾ കൂട്ടുകാരെല്ലാം നന്നായിട്ട് പോയം എഴുതി എക്സസൈസൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടുകാർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.